മലപ്പുറം പാണ്ടിക്കാട് സ്റ്റേഷനറി കടയിൽ മോഷണം 50,000-ഓളം രൂപ നഷ്ടപ്പെട്ടുവെന്നാണ് കടയുടമ പറഞ്ഞത്. മോഷണത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. രൂപയുടെ മുകളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വേറെ സാധനങ്ങൾ, സിഗരറ്റ് സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഏകദേശം രണ്ടാമത്തെ പ്രാവശ്യമാണ് എൻ്റെ കടയിൽ കള്ളൻ കയറുന്നത്. പിന്നെ സ്റ്റേഷനിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി. ഗോകുൽ, ഇദ്ദേഹം പരാതി നൽകിയോ? പോലീസിന് മോഷ്ടാവിലേക്ക് എത്താൻ കഴിഞ്ഞു? ഇതിനു മുൻപും മോഷണം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അനുജ, ഇന്ന് പുലർച്ചെ 12:30 പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റൂട്ടിലുള്ള മർഹബ എന്ന് പറയുന്ന സ്റ്റേഷനറി കടയിൽ മോഷ്ടാവ് കയറി 50,000-ഓളം രൂപ കവർന്നത്. അതിന്റെ ഷട്ടറിന്റെ പൂട്ട് തകർത്തതിന് ശേഷമായിരുന്നു കടയ്ക്കകത്തേക്ക് കയറിയത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ കടയുടമയായിട്ടുള്ള കമറുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കടയിൽ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ മോഷണം നടക്കുന്നത്. നേരത്തെ ഒരു മോഷണം നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രതികളെയൊന്നും പിടികൂടാൻ സാധിച്ചിരുന്നില്ല. അല്പസമയത്തിനകം തന്നെ ഈ കടയുടമ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. ഇന്നലെ ഈ കമറുദ്ദീന്റെ മർഹബ സ്റ്റോഴ്സിനോട് ചേർന്നിട്ടുള്ള അമാന സ്റ്റോഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിനും മോഷണ ശ്രമം ഉണ്ടായിരുന്നു. എന്നാൽ അതിനകത്തേക്ക് പ്രവേശിക്കാൻ കള്ളന് സാധിച്ചില്ല. അവിടെ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് 50,000-ഓളം രൂപയും സിഗരറ്റ് പാക്കറ്റുകളും നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അല്പസമയത്തിനകം തന്നെ പരാതി നൽകുകയും ചെയ്യും. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതിനാൽ പ്രതിയെ വളരെ പെട്ടെന്ന് പിടികൂടാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ കടയുടമ പങ്കുവെക്കുന്നുണ്ട്. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കണമെങ്കിൽ ഇയാൾ പരാതി നൽകേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ പരാതി നൽകുമെന്നാണ് അയാൾ അറിയിച്ചിട്ടുള്ളത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.